എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ശാരി ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് സരി അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. അല്ലമ്മ, അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കണേന്ന് ചോദിക്കുകയാണ്. വഴി വെച്ച് കാണാൻ പാടില്ലാത്ത വല്ലവരും കണ്ടോന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല മോളെ, ഞാൻ ഈ ഇടയായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അച്ഛന്റെ മുഖത്തും അതെ, അങ്ങനെയൊക്കെ തന്നെയാ. ഇനിയിപ്പൊ അച്ഛനെ കുറിച്ച് ഓർത്തിട്ട് അമ്മയ്ക്ക് ടെൻഷൻ ആണോന്ന് ചോദിക്കുകയാണ്. അതൊരു ടെൻഷൻ തന്നെയാ, മോള് പറഞ്ഞ കാര്യം സത്യം തന്നെയാ. അതോർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ട, അച്ഛന് കുഴപ്പമൊന്നുമില്ലെന്നേ. അധികം വൈകാതെ തന്നെ അച്ഛന്റെ അസുഖങ്ങളൊക്കെ ഭേദവും. ഇനിയിപ്പൊ നമുക്ക് കുഴപ്പമില്ല. ഉടനെ തന്നെ പാസ്പോർട്ടും വിസയൊക്കെ ശരിയാക്കാന്ന് മനുവേട്ടൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് അമേരിക്കയ്ക്ക് പോയാൽ പോരെ. അമേരിക്കയ്ക്ക് പോയാൽ പിന്നെ ഇവിടെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക വേണ്ട. ഇവിടെയുള്ള ദുഷ്ടജന്മങ്ങളെ നമ്മൾ പിന്നെ കാണുകയും ചെയ്യണ്ടല്ലോ എന്ന് പറയാം. ശരിയാ മോള് പറഞ്ഞത്. എന്നാലും അമ്മയുടെ മുഖത്തൊരു സങ്കടം കാണുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല മോളെ, എന്റെ മുഖത്തെ സങ്കടങ്ങളൊക്കെ ഉടനെ തന്നെ മാറും. നാളെ തന്നെ അതിനൊക്കെ ഒരു തീരുമാനമാവെന്ന് പറയാം. നാളെ സത്യങ്ങളൊക്കെ അറിയൂലോ. എന്ത് സത്യങ്ങൾ അമ്മ? അമ്മ എന്ത് കാര്യം പറഞ്ഞു നിൽക്കണം? പെട്ടെന്നാണ് അബദ്ധ ശാരിക്ക് മനസ്സിലായത്. അല്ലാതെ പിന്നെ മോളെ, ഞാൻ രൂപേനെ കുറിച്ചുള്ളേ. അല്ല, അമ്മയ്ക്ക് അന്ന് ആ വോയിസ് റെക്കോർഡിങ് എടുത്തോണ്ട് വന്നാൽ പോരായിരുന്നോ? അന്ന് പിന്നെ നമുക്ക് സത്യങ്ങളൊക്കെ അറിയാൻ എല്ലാവരും ചോദിക്കുക. അല്ല മോളെ, അതിനകത്തൊന്നും ഞാൻ കണ്ടില്ല. വോയിസ് റെക്കോർഡിനകത്തെ ഒന്നും ഇല്ലായിരുന്നു തോന്നുന്നേ. അതുകൊണ്ടാ പിന്നെ ഞാൻ എടുക്കാതെ വന്നേ. കുഴപ്പമില്ല, നമുക്ക് അവരെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയാന്ന് പറയാണ്. പിന്നീട് ശാരി അങ്ങോ കേറി പോകുന്ന സമയത്ത് സാരി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണം. അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയത്തില്ല. അമ്മയ്ക്ക് ഈയിടെയായിട്ട് മൊത്തം ടെൻഷനാ. സാരമില്ല, രൂപാന്റിയുടെ കാര്യം ഓർത്തിട്ടായിരിക്കും. ഒരു പക്ഷെ ഇത്രയും കാലം ചതിച്ചോണ്ടിരിക്കുകയെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. പിന്നീട് കാണിക്കുന്ന ടെക്സ്റ്റൈൽ ഷോപ്പില് മനോഹരൻ നിശ്ചയം വിളിച്ചോണ്ട് ചെന്ന് ഡ്രസ്സൊക്കെ എടുക്കുമായിരുന്നു. കല്യാണത്തിലുള്ള കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നൊക്കെ വെച്ച് നോക്കി ഇരിക്കുന്ന സമയത്താണ് നിഷ പറഞ്ഞു, ഈ കളർ വേണ്ട, വേറൊന്നും മതി എന്നുള്ള. ആണോ, അന്ന് ഇങ്ങോട്ട് വാ, മോളൊരു ഇഷ്ടമുള്ള കളർ തന്നെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ചുരിദാറൊക്കെ എടുത്ത് വെച്ചോണ്ട് നോക്കണം. ഇത് കൊള്ളാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ട് കല്യാണിയും മേഘനയും വരുന്നുണ്ട്. അവരെ കണ്ടതും മനോഹറിനൊരു ഞെട്ടലുണ്ടായി. പെട്ടെന്ന് ഇവിടുന്ന് എങ്ങനെയും മുങ്ങിയേ പറ്റുള്ളൂ. മനോഹർ പറഞ്ഞ അതെ, പെട്ടെന്ന് തന്നെ മോള് സെലക്ട് ചെയ്ത് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ ഒറ്റ മുങ്ങലായിരുന്നു അവിടുന്ന്. ഈ സമയത്ത് കല്യാണിയും മേഘനയും അങ്ങോട്ട് വരുന്നത്. കഷ്ടിച്ച് രക്ഷപ്പെട്ട് മനോഹർ ഓടിപ്പോയി കാറിനകത്ത് കയറിയിരുന്നു. ഭാഗ്യം കണ്ടില്ല. എന്റെ ദൈവമേ, എവിടെ പോയാലും ഇവറ്റകളെ കാണുമല്ലോ. ഒന്ന് ജീവിക്കാന്ന് വെച്ചാൽ അതിന് സമ്മതിക്കത്തില്ല. ഇനി എപ്പോഴാണോ എന്തോ അവറ്റകളെ ഇറങ്ങാൻ പോകുന്നത്. ഈ സമയത്ത് നിഷയെങ്ങാനും തന്നെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് കൂട്ടുകൊണ്ട് പോയ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. എങ്ങനെയും രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ നിർത്ത്. മനോഹർ ഒരു വ്യക്തി കാറിനകത്ത് ഇരിക്കുകയാണ്. ഈ സമയത്ത് മേഘനയും കല്യാണിയും കൂടെ അങ്ങോട്ട് വരുന്നേ. അവര് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ നോക്കുവാണ്. ഈ സമയം കല്യാണി പറഞ്ഞു, അതെ എനിക്ക് മാത്രം പോരാ, മേഘനയ്ക്കും കൂടെ എടുക്കാണ്ട ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇഷ്ടമുള്ളത്ര ഡ്രസ്സ് എടുത്തോളാൻ പറയണം. കുറച്ച് നൈറ്റീസ് സാരിയൊക്കെ എടുത്തോ. അതിന്റെ ഒന്നും ആവശ്യമില്ല കല്യാണി, എനിക്ക് ആവശ്യത്തിനുണ്ടെന്ന് പറയണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അറിയാലോ. ഇതിനകത്ത് ഇപ്പൊ ചമ്മണ്ടതോ സങ്കടപ്പെടേണ്ടോ ഒന്നും ആവശ്യമില്ല. എനിക്കാണെങ്കിൽ ചെറുതിലെ രണ്ട് ജോഡി ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് കഴുകിയിട്ട് ഉണങ്ങി കഴിയുമ്പോഴാ പിന്നെ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല കേട്ടോ, ഇഷ്ടംപോലെ ഡ്രസ്സുണ്ട്. അതല്ല എനിക്ക് ദൈവം തന്ന. അപ്പൊ ആ ഗതി ആർക്കും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആവശ്യത്തിലുള്ള ഡ്രസ്സൊക്കെ എടുത്തോളെന്ന് പറഞ്ഞ്. അങ്ങനെ അവർ നോക്കി ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ നിഷ നിൽക്കുന്നുണ്ട്. നിഷയെ കണ്ടത് മേഘന പെട്ടെന്ന് പറഞ്ഞു, ദേ എന്റെ അനിയത്തി നിൽക്കുന്നു പറയണം. ഓഹോ, അവളാണോ നിൽക്കുന്നേ? ഞാനൊന്ന് പോയി സംസാരിച്ചിട്ട് വേണ്ടേ? വേണ്ട മേഘന, എന്തിനാ വെറുതെ അവളുടെ വായിരിക്കുന്ന പോയി കേൾക്കുന്നേ? അന്ന് ക്ഷേത്രത്തിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല. അവൾ പറഞ്ഞ എന്താ? ഇനി മേലെ കൺമുന്നിൽ പോലും വന്നു പോയേക്കല്ലെന്നല്ലേ. എന്നാലും എന്റെ അനിയത്തിയല്ലേ കല്യാണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാ മറക്കാൻ പറ്റുന്ന അവളെ? ഞാനൊന്ന് പോയി സംസാരിച്ചിട്ട് വരാം. ഒരു പക്ഷേ കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വന്നതാണെങ്കിലോ തന്നെയുള്ളോ ഒന്നും അറിയില്ലല്ലോ എന്ന് പറയണം. അങ്ങനെ നേരെ മേഘന അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പൊ നിഷയുടെ അടുത്ത് ചെയ്തിട്ട്, മോളെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വന്നാണെന്ന് ചോദിക്കുകയാണ്. ഈ സമയം നിഷ ദേഷ്യപ്പെട്ട് നോക്കി. അത് നിനക്ക് നാണമില്ല എൻ്റെ അടുത്തേക്ക് വരാനായിട്ട്? നിങ്ങളോട് അന്ന് ഞാൻ പറഞ്ഞില്ല എന്റെ കൺമുന്നിൽ പോലും വന്നു പോയേക്കിരുന്ന് ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പം. എന്നിട്ട് യാതൊരു ഉളുപ്പില്ലാതെ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? ഇച്ചിരെങ്കിലും നാണം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പിന്നെ എന്റെ മുന്നിലേക്ക് വരുമോന്ന് ചോദിക്കുക. അല്ല മോളെ, നിന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞപ്പോ എന്താ? സ്വസ്ഥതയോടെ എവിടെ നിൽക്കാനും സമ്മതിക്കില്ലേ? അല്ല, മോൾ ഒറ്റയ്ക്കാണോ വന്നേ? ആരെങ്കിലും ഉണ്ടോ? ഓ, ഇനിയിപ്പൊ വീട്ടുകാരെ മൊത്തം വിളിച്ചോണ്ട് വരാത്തന്നെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? എനിക്കറിയാം, ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പതുക്കെ കയറി കൂടാനല്ല വീട്ടില്. അതൊക്കെ വെറും നിങ്ങളുടെ സ്വപ്നങ്ങൾ മാത്രം, അറിയാലോ. എന്തൊക്കെ പറഞ്ഞാൽ വീട്ടിലേക്ക് കയറി കൂടിയാലും സ്വത്തിന്റെ ഒരു കണിക പോലും നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. അതോർത്ത് നിങ്ങൾ ഇനി ഇപ്പം മഞ്ഞു കൊള്ളണ്ട. നിങ്ങളുടെ ആ ബോധ്യം അങ്ങോട്ട് മനസ്സിൽ വെച്ചേക്കാൻ പറയണം. എനിക്ക് മോളെ സ്വത്തൊന്നും വേണ്ട. ഓ, അങ്ങനെയാണല്ലേ? നിങ്ങളുടെ കല്യാണം എത്ര ആർഭാടമായിട്ട് നടത്താനായിട്ട് അച്ഛൻ തീരുമാനിച്ചെന്നറിയോ? പക്ഷെ എനിക്കും അമ്മയ്ക്കും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആ സമയത്താണ് നിങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെ മുഖത്ത് കൈവാരി തേച്ച് ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. എന്നിട്ട് ഇപ്പൊ ഒരു നാണം ഇല്ലാതെ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ?
നിങ്ങളെ കാണുന്ന തന്നെ എനിക്ക് അറപ്പാന്ന് പറയണം. ഈ സമയത്ത് കല്യാണി അങ്ങോട്ട് വന്നു. കല്യാണി പറഞ്ഞു, ഇവരോട് ഞാൻ അപ്പോഴേ പറഞ്ഞ വരണ്ടാന്ന്. അനിയത്തിയാണ് പോലും. അനിയത്തി അല്ല, സ്വന്തം അനിയത്തി അല്ലാത്തോണ്ടായിരിക്കില്ലേ നിനക്ക് ഇത്ര ഇത്. നിനക്ക് എപ്പോഴും സ്വത്ത് മാത്രം മതിയല്ലോ, സ്വത്തിന്റെ കാര്യത്തെക്കുറിച്ച് മാത്രം പറയുന്നുള്ളല്ലോ. അതെ, മേഘനയ്ക്ക് നിങ്ങൾ ഒരു സ്വത്തും വേണ്ടെന്ന് പറയണം. ഓ അങ്ങനെയാണോ? പറച്ചില് മാത്രമേ കാണത്തുള്ളൂ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഇതിനേക്കാളും കൂടുതൽ അനുഭവിച്ചിട്ട് വന്നാ കെട്ടമോളെ. പക്ഷേങ്കില് ഇന്ന് അവരെല്ലാം എന്റെ കാൽക്കീഴിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാ, ഒരു ദിവസം നിങ്ങൾ മേഘനേനെ തിരിച്ചറിയും. മേഘനയുടെ കാലിച്ചോട്ടി നിങ്ങൾ വരുമെന്ന് പറയാം. പിന്നെ അങ്ങ് വരാൻ പറ്റിയൊരു സാധനമാണല്ലോ അത്. കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് അവനോ ചത്തും പോയി. എന്നിട്ട് ഇപ്പൊ ഒരു കൊച്ചിനെ വയറ്റി ചുമന്നോട് നടക്കുന്ന നാണമില്ലാത്തവള്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ചേച്ചിയാന്ന് പറഞ്ഞോണ്ട് എവിടെയെങ്കിലും കച്ച് എന്നെ മിണ്ടാൻ വന്നാണ്ടല്ലോ ഞാൻ ചെരിപ്പൂരി മുഖത്തിടിക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പത്തേനും സർവ്വ റിലയം തെറ്റിപ്പോയി. കല്യാണം പറഞ്ഞു, നാണം ഉണ്ടോ, നീ ഒരു പെണ്ണായി പോയി. ഇത് നിന്നേക്കാളും വലിയ കൊമ്പത്തികളെയും കൊമ്പന്മാരെ കണ്ടുള്ള ഞാൻ. പക്ഷെ ഇത് ടെക്സ്റ്റൈൽ ഷോപ്പായി പോയി. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നിന്റെ കല്യാണത്തിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ വന്നായിരിക്കും അല്ലേ? ഇങ്ങനത്തെ നിന്റെ സ്വഭാവമാണെങ്കിൽ നീ കല്യാണം കഴിഞ്ഞു പോയാലും ഗതി പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം. പിന്നെ അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത് അല്ലേ? ഇവിടെ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയല്ലോ, അതുപോലെ ഒരു പയ്യനെയൊന്നും അല്ല ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത്. എന്നെ കെട്ടാൻ പോകുന്ന ആളാ ആരെന്നറിയോ? അമേരിക്കക്കാരനാ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് അമേരിക്കയ്ക്ക് പോകും. പിന്നെ ഇതുപോലത്തെ ദുർമുഖങ്ങളൊന്നും കാണേണ്ട വരുമല്ലോ. ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ ഇതുപോലത്തെ ഓരോരുത്തിമാരും കാണേണ്ട വരുന്നേ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുക. കല്യാണി പറഞ്ഞു, മേഘനെ പോട്ടെ, സാരമില്ലെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു അവരോട്, അതെ ബില്ല് എത്രയും പെട്ടെന്ന് എടുത്തോ അന്നും പറഞ്ഞുകൊണ്ട് പായ്ക്ക് ചെയ്തോളം പറഞ്ഞോട്ട് മാറുവാണ്. ഈ സമയത്ത് മനോഹർ ആ പാടെ പെട്ടിരിക്കുക. അകത്തേക്ക് കയറി ചെല്ലാനും പറ്റില്ല. അവൾ എങ്ങാനും പുറത്തേക്ക് ഇറങ്ങി വരുവോ? ഈ സമയത്ത് നിഷ അങ്ങോട്ട് കോൾ ചെയ്യുന്നുണ്ട് മനോഹറിനെ. പക്ഷെ അവളാണല്ലോ വിളിക്കുന്നേ. കയറി ചെല്ലാൻ പറഞ്ഞുകൊണ്ടാണോ? കോൾ എടുക്കണ്ട, അവിടെ കിടന്ന് അടിക്കട്ടെ എന്ന് വെക്കുവാണ്. പിന്നീട് ബില്ലൊക്കെ മേടിച്ചിട്ട് കവറൊക്കെ മേടിച്ച് തിരിച്ചിറങ്ങാൻ നേരത്ത് വീണ്ടും മേഘനെ കണ്ടാൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൺമുന്നിൽ പോലും വന്നു പോയേക്കല്ല. പറഞ്ഞു കേട്ടല്ലോ, ഇത് അവസാനത്തെ താക്കീതാ. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞോ ഇനി കല്യാണം കഴിഞ്ഞില്ലോ തിരക്കാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല. പറഞ്ഞു കേട്ടല്ലോ. ഒരു വന്നേക്കെന്നും പറഞ്ഞിട്ട് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോഴത്തേനും കല്യാണിക്ക് ദേഷ്യം. കല്യാണം പറഞ്ഞു, അവിടെ ഒന്ന് നിന്നേ. ഇങ്ങനെ പോവുകയാണെങ്കിൽ നീ അതേ കാലം മുന്നോട്ട് പോകുന്ന തോന്നുന്നില്ല നല്ലൊരു ജീവിതമായിട്ട്. നീ എന്താ പറഞ്ഞേ? അമേരിക്കക്കാരനാന്ന്. അമേരിക്ക പോയി സൂഹിക്കുമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ടുള്ള ഒരുത്തിമാർ ഇന്നുവരെ രക്ഷപ്പെട്ടിട്ടില്ല. എന്താണെന്നറിയാവോ? സ്വന്തം നാടിനെ വെറുത്തിട്ട് പോകുന്നവര്. നിന്നെപ്പോലുള്ള അഹങ്കാരി. അന്യനാട്ടിൽ പോയി കിടക്കുമ്പോഴും എല്ലാവരും സ്വന്തം നാടിനെ ഇഷ്ടപ്പെടുന്നവരാ കൂടുതൽ ആൾക്കാര്. കാരണം അവരവിടെ പോയി കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാ. പക്ഷെ നീ ഇപ്പൊ പറഞ്ഞ എന്താ? അവിടെ പോയി അങ്ങോട്ട് സെറ്റിലായി ഭയങ്കര ആഡംബരത്തില് സ്വന്തം നാടിനെ വെറുത്തിട്ട് അങ്ങനെയുള്ള വാക്കുകളൊക്കെയല്ലേ നീ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. നീ ഒരു കാലത്തും ഗതി പിടിക്കാൻ പോകുന്നില്ലടി എന്ന് പറയണേ. കല്യാണി അങ്ങനെ സാധാരണഗതി പറയുന്നതല്ല. പക്ഷെ അവളുടെ അഹങ്കാരം, അവളുടെ സംസാരമൊക്കെ അതേ രീതിയിലുള്ളതായിരുന്നു നിഷയുടെ. പിന്നീട് കല്യാണം പറഞ്ഞ് സങ്കടപ്പുണ്ട് കേട്ടോ മേഘന എന്ന് പറയാണ്. ഈ സമയത്ത് നിഷ വന്ന് കാരണം കൊണ്ട് കയറുവാണ്. പെട്ടെന്ന് മനോഹർ എന്ത് ചെയ്യണം, നിഷ വരുന്ന കണ്ടപ്പോൾ തന്നെ ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ്. ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത കോൾ ഒരെണ്ണം ഉണ്ടാക്കി വിളിക്കുകയാണ്. അങ്ങ് കൊറിയെന്ന് വിളിക്കുന്നതായിട്ട് ഫോൺ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഓരോരുത്തർ ഇങ്ങനെ ജോലിയൊക്കെ അന്വേഷിച്ച് വിളിച്ചോണ്ടിരിക്കുന്നത്. കൊറിയെന്നാ വിളിച്ചേ. അല്ല എന്നിട്ട് മനുവേട്ടൻ ഇപ്പൊ സംസാരിച്ച മലയാളത്തിലാണോ? ഓ അത് കൊറിയൻ മലയാളികളാ. കുറെ കാലങ്ങളായി അവിടെ താമസിച്ചോണ്ടിരിക്കണേ. അപ്പൊ അവർക്ക് മലയാളമൊക്കെ നന്നായിട്ട് അറിയാന്ന് പറയണ. ഓ അതെ, ഞാൻ ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് ആകെപ്പാടെ പെട്ടുപോയി. അല്ല എന്ത് പറ്റുമോളൂ, എന്താ സംഭവിച്ചേ? എന്ത് പറയാൻ, എന്റെ ചേച്ചീനെ അവിടെ വെച്ച് കണ്ടായിരുന്നു. അവളെ ഞാൻ കാണല്ലെന്ന് ഓർത്താ. ആരെ കാണല്ലെന്ന് ആഗ്രഹിച്ചോ അവരെ കണ്ടെന്ന് പറയണം. അതൊന്നും ഓർത്ത് മോളിനി വിഷമിക്കണ്ട, നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. ശരിയാ, എത്രയും പെട്ടെന്ന് പോകണം. അവൾ ഇനി ഇറങ്ങി വരുന്നതിന് മുമ്പ് നമുക്ക് പോകണമെന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോവാണ്. മേഘന സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ മേഘനയുടെ കയ്യെ പിടിച്ച് കല്യാണി പറഞ്ഞു, മേഘന സങ്കടപ്പെടുവൊന്നും വേണ്ട കേട്ടോ, ഇതൊക്കെ മാറും. മേഘനയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടും. ഞാൻ അല്ലേ പറയണേ, ധൈര്യമായിട്ട് വരാൻ പറയണം. അങ്ങനെ പോകുന്ന സമയത്ത് കല്യാണി പറഞ്ഞു, എൻ്റെ സോണിയുടെ കാര്യം തന്നെ ഓർത്ത് വെക്കേ. അവളൊരു കുഞ്ഞുമായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ആലിബേട്ടനെ പോലെ നല്ലൊരാൾ വന്നേ. അതുപോലെ തന്നെ മേഘനയ്ക്കും അധികം വൈകാതെ തന്നെ ഒരു പക്ഷേങ്കില് സമ്മതമാണെങ്കിൽ ഏതൊരു നല്ല പയ്യന്മാര് വരെയിരിക്കും. ആ സമയത്ത് വിവാഹത്തിന് സമ്മതിക്കണം. ഒരു കുഞ്ഞൊക്കെ ഉള്ളതല്ലേ, പ്രായമൊന്നും ആയില്ലോ, ഇനിയും ജീവിതം കിടക്കുമല്ലേ എന്ന് ചോദിക്കണം. മേഘന പറഞ്ഞേ, അങ്ങനെയൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് പറയണം. അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കരുത്. ഇനി മേഘനയ്ക്ക് ജീവിതം ഉള്ളതെന്ന് പറഞ്ഞിട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന ശാരി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കിരണും കല്യാണിയും കൂടെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ട് പറഞ്ഞ കാര്യങ്ങള്. കല്യാണി പറഞ്ഞ്, എനിക്കറിയാം നിങ്ങളുമായിട്ട് കിരണേട്ടൻ ബെറ്റ് വെച്ച കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഞാനത് സമ്മതിച്ചത് എന്തുകൊണ്ടാണെന്നറിയാവോ? സാരി ഒരിക്കലും നിങ്ങളെ മോളല്ലെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാ. ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ശാരിക്ക് തല പെരിക്കുന്ന പോലെ തോന്നി. പിന്നീട് എലിസബത്ത് പറഞ്ഞ കാര്യങ്ങളും,
നിന്റെ മോളാ സരിയെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജോലി രാജിവെച്ച് വീട്ടിൽ ഇരുന്നോളാന്ന്. ശാരിക്ക് ആകെപ്പാടെ സമനില തെറ്റുന്ന പോലെ തോന്നി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.